വാഗബോണ്ട് മാങ്കയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ചാപ്റ്റർ ഇട്ട് സെക്കൻഡ് ഇടാൻ കുറച്ച് ഡിലേ അടിച്ച്, അത് കോളേജിലെ ഓരോ പരീക്ഷ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ വീഡിയോയിൽ പോകാം. ഇതിൻ്റെ അകത്ത് മറ്റഹാത്തി ടക്കറ്റ്സുവിനെ വിളിക്കും. എന്നിട്ട് അപ്പോൾ ടക്കറ്റ്സ് ആണെങ്കിൽ ഇതെന്താണെന്നുള്ള മട്ടിയിരിക്കും. അപ്പോൾ എന്നാ പറയുക, ടക്കറ്റ്സുവിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന പെങ്കൊച്ച് പറയും, അപ്പെണ്ണ് പറയും, നമുക്ക് ടക്കറ്റ്സിൻ്റെ കൂടെ ഇരുന്ന് വെള്ളം കുടിച്ചാലോ എന്ന് പറയും. പക്ഷെ ടക്കറ്റ്സും കൂടെ മറ്റേ കാഴ്ചയിലിരിക്കുന്ന ഒരു കുപ്പി പോലത്തെ സാധനമില്ല, അപ്പം അതിൻ്റെ തന്നെ വെള്ളം കുടിച്ചാലോ എന്ന് പറയും. അപ്പം ടക്കറ്റ്സിനെ മറ്റേ കാഴ്ച വിളിക്കാനിട്ട് കം ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ടക്കറ്റ്സ് മറ്റേ കാഴ്ച പറയും, നമുക്കിവിടുന്ന് പോവാം, നമ്മുടെ മുറിവുകളെല്ലാം ഉണങ്ങി ഹീലായെന്ന് പറയും. അപ്പോൾ മറ്റഹാച്ച് ടക്കറ്റ്സിനോട് പറയും, നീ പൊട്ടറാണോ എന്ന് ചോദിക്കും ടക്കറ്റ്സിനോട്. കാരണം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇവർക്ക് ഒരു വി നീഡ് ടു താങ്ക് ദം ബിഫോർ ലീവ് എന്ന് നമ്മുടെ മറ്റഹാച്ച് ടക്കറ്റ്സിനോട് പറയും. കാര്യം ഇവർ ഇതുപോലെ ആ ഒരു ഫൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇഞ്ചറി ആയിട്ട് അവിടുന്ന് ഓടി വന്ന ഇതിൽ ഇവരാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു കടപ്പാട് ഇവരോട് കാണിക്കണമെന്ന് മറ്റക്കാച്ചി പറയും. എന്നിട്ട് മറ്റക്കാച്ചി ഒരു കാര്യം കൂടെ ടക്കറ്റ്സിനോട് പറയും, ഇവര് നമ്മളെ രക്ഷിക്കാൻ മാത്രമല്ല ചെയ്തത്, നമുക്ക് ഇപ്പോൾ എത്ര ദിവസമാണെന്ന് അറിയത്തില്ല, എന്നാലും 3-4 ദിവസത്തേക്ക് ഇവര് ഷെൽട്ടർ ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയും. അതുമാത്രമല്ല, നമ്മളൊരു ഫുജിറ്റീവ്സ് ആണെന്നും കൂടെ ടക്കറ്റ്സിനോട് മറ്റേ കാഴ്ച പറയും. ഫുജിറ്റീവ്സ് എന്ന് വെച്ചാൽ എന്നാ പറയുക, ഈ ഓടി റണ്ണവേ ചെയ്ത് അങ്ങനത്തെ ഒരു മീനിങ് കണ്ട. അപ്പോൾ ഈ പെണ്ണ് പറയും, പെണ്ണൊരു ചിരിച്ച ഭാവത്തിൽ പറയും, നിങ്ങൾക്ക് എത്ര നാൾ വേണേലും ഇവിടെ നിൽക്കാന്ന് പറയും. ആസ് യുവർ പ്ലീസ് ടക്കറ്റ്സ്. അപ്പോൾ ആ പെണ്ണ് പറയുന്നത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ടക്കറ്റ്സിൻ്റെ ഇഷ്ടം പോലെ എത്ര നാൾ വേണേലും ഇവിടെ നിൽക്കാന്ന് പറയും. അപ്പം ഒരു പെണ്ണ് പറയും, ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഈ ഫുജിറ്റീവ് ആയിട്ടുള്ള സോൾജേഴ്സിനെ തപ്പി നടക്കുന്നുണ്ട്. കാര്യം ജനറൽ, അതായത് വെസ്റ്റിലുള്ള ഒരു ജനറലിൽ ഇതുവരെയായിട്ടും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരാൾക്ക് അക്കേമിയെ കല്യാണം കഴിക്കണമെന്നുണ്ട്, സന്തോഷമായിട്ട്, അതായത് സ്റ്റേ ഹിയർ ആൻഡ് ഫോർ ഗുഡ് ആയിട്ട് ജീവിക്കണമെന്നുണ്ട്. അപ്പം വിച്ച് വൺ ഡു യു പ്രിഫർ, അക്കേമിയോട് ചോദിക്കും ഈ പെണ്ണാണ് അക്കേമി. അപ്പോൾ എന്നാ പറയുക, ഇവരെല്ലാം ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പം എന്നാ പറയുക, മറ്റഹാച്ചി ആണെങ്കിൽ നോ ഐ ക്യാൻഡ് എന്ന് പറയും. അപ്പം യു ആർ കോൺഫിഡൻറ്റ് എന്നൊക്കെ ആ പെണ്ണ് എന്നോട് പറയാം. അപ്പോൾ ഇവൻ പറയാം, ഓ നോ ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മീൻ, ഐ ഹാവ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗ് അടിക്കും പുള്ളി. ആൻഡ് ദർ ഷി ഗോസ് ആൻഡ് ഷി റെഫ്യൂസ് ടു ഗ്രോ. അപ്പം ആ പെണ്ണും കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ ടക്കറ്റ്സ് ആണ് ഒരു കൂണ് മഷ്റൂം എടുത്ത് കൈ പിടിച്ച് നിൽക്കുക. എനിക്കാണ് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടുന്ന് മഷ്റൂം എല്ലാം പറിക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഒരു പെങ്കൊച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടക്കറ്റ്സ് ചോദിക്കും, വാട്ട് ആർ ഡൂയിങ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ പെണ്ണ് പറയും, ഈ ഒരു മഷ്റൂം ക്രിംസൺ മഷ്റൂം എന്ന് പറയും. പിന്നെ ഈ പെണ്ണിന് ഈ മഷ്റൂമിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓരോ മഷ്റൂം എന്താണ്, പിന്നെ പാന്ത്രമിഷ് മഷ്റൂം, പോയിസണസ്, ലീത്തൽ, അങ്ങനെ കുറേ കാര്യം ആ ഒരു അത്യാവശ്യം അറിവുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു കൊച്ച്. എന്നിട്ട് ഈ പെണ്ണ് പറയും, യു ട്രൈ ടു കിൽ us ടക്കറ്റ്സ്, ഒരു ഇതായിട്ടുള്ള രീതിയിൽ ചോദിക്കും. എന്നിട്ട് ആ ഒരു കൊട്ട ആ പെണ്ണിൻ്റെ കൊടുത്തിട്ട് നമ്മളെ ടക്കറ്റ്സ് ആണെങ്കിൽ എന്നാ പറയുക, വൈ ഡോണ്ട് യു ആസ്ക് മീ എനി ക്വസ്റ്റ്യൻ, അതായത് എന്തെങ്കിലും ഒന്നും ചോദിക്കാത്തതിന് ചോദിക്കുക. അപ്പം എന്നിട്ട് അബൌട്ട് എന്നിട്ട് പറയുക, ഹൗ മേക്ക് എ ലിവിങ്, അതായത് ഞങ്ങളെങ്ങനെ ജീവിക്കണേന്നുള്ള ഇത് ആ പെണ്ണ് ടക്കറ്റ്സിനോട് പറയും. അപ്പോൾ ടക്കറ്റ്സ് ആയിരിക്കും അതിനെന്താന്ന് ചോദിക്കുക. അപ്പോൾ എന്നിട്ട് എന്നാ പറയുക, എന്നിട്ട് ഇവളുടെ ഇത് പറയാം, മൈ ഏജ്, വെർ ഈസ് മൈ ഫാമിലി ആൻഡ് വൈ ആം ലിവിങ് ദിസ് മൗണ്ടൻ വിത്ത് മൈ മദർ.
വൈ ഐ വെയർ ദീസ് ബെൽസ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ടക്കറ്റ്സിനോട് ഇവള് പറയും. അപ്പോൾ എന്നാ പറയുക, മട്ടഹാച്ചി ഈസ് ബീൻ ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് എവറി ഡേ റിലൻഡൻസ്ലി, അതായത് ടക്കറ്റ്സിൻ്റെ ഉള്ള ഒരുത്തിൻ്റെ ഇല്ല, അവനാണ് ഇപ്പിനോട് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്നാ നമ്മുടെ ടക്കറ്റ്സ് ആണ് ഈ പെണ്ണിനോട് ചോദിക്കും എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ എന്നാ ഈ പെണ്ണ് പറയും 15 വയസ്സ്. അപ്പോൾ ടക്കറ്റ്സ് പറയും ഈ ഒരു പ്രായത്തിൽ കുറച്ച് പൊക്കം കുറവാണല്ലോ എന്ന് ചോദിക്കും. ആണ്ടാ പെണ്ണ് ഷട്ട് അപ്പ് എന്ന് പറയും. എന്നിട്ട് പെണ്ണ് ഇവനോട് ചോദിക്കും, ടക്കറ്റ്സിനോട് ചോദിക്കും ഹൗ ഓൾഡ് ആർ യു. അപ്പം നമ്മളെ ചെക്കൻ പറയും 17 വയസ്സെന്ന് പറയും. എന്നിട്ട് തന്നെ ഈ പെണ്ണ് പറയും നിന്നെ കണ്ട ഒരു 30 വയസ്സിന് പ്രായം ഉണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് തന്നെ ചോദിക്കും എനിത്തിങ് എൽസ്. അപ്പോൾ എന്നിട്ട് തന്നെ ടക്കറ്റ്സിനോട് ചോദിക്കും ഇപ്പം എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം എന്താ പറയുക, ടക്കറ്റ്സ് ഓർക്കും അല്ല പറയുക, നിങ്ങൾ കഴിഞ്ഞ ഡാഡ് നൈറ്റ് ആ ഒരു രാത്രിയിൽ ഞങ്ങളെ രക്ഷിച്ച ആ ഒരു രീതിയിൽ നിൽക്കുക പുള്ളി. അപ്പോൾ അതായത് കുറേ ഡെഡ് ബോഡീസിൻ്റെ ഇടയ്ക്കുന്നല്ല ഇവരെ രക്ഷിച്ച. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പുള്ളി ആലോചിക്കുക. പിന്നെ ഷോട്ട്സിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അപ്പോൾ എന്നാ ഇവിടെ മട്ടഹാച്ചി ആണെങ്കിൽ ഈ ഷോട്ട്സിൻ്റെ ഇതൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ മട്ടഹാച്ചി ആലോചിക്കും ഇവിടെ തന്നെ ഇതിന് മാത്രം ഷോട്ട്സ് ഇവിടെ തന്നെ ചെയ്യുന്നതിന് ചോദിക്കും, ഇതെന്നെ കാരണം എന്നൊക്കെ ചോദിക്കും. അപ്പം ആ ചോദിക്കില്ല ആലോചിക്കും. അപ്പോൾ എന്നാ ആ പെണ്ണ്, അതായത് 2 പെണ്ണുങ്ങളല്ലേ ഇവരുടെ വീട്ടിൽ, ടക്കറ്റ്സും മട്ടഹാച്ചിയും സ്റ്റേ ചെയ്ത്, അതായത് ഇവരെ രക്ഷിച്ച. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെണ്ണ് മട്ടഹാച്ചിയോട് പറയും യു ഫൈൻഡ് ദം. എന്നിട്ട് മട്ടഹാച്ചിയാണ് കുറച്ചൊരു പേടിച്ച് ഭാഗത്ത് നിൽക്കുക. എന്നിട്ട് ഇവള് പറയും ഞങ്ങൾ കള്ളന്മാരാന്ന് പറയും. അതുപോലെ തന്നെ ഈ സീനിൽ ഈ പെങ്കൊച്ചും ടക്കറ്റ്സിനോട് പറയും ഞങ്ങൾ കള്ളന്മാരാന്ന്. അതായത് ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഓരോ യുദ്ധം കഴിയുമ്പോൾ ഇവർ സോഡ്, ആർമർ, അങ്ങനത്തെ അതായത് സെല്ല് ചെയ്യാൻ പറ്റിയ എന്നൊക്കെ കാര്യങ്ങളുണ്ടോ അത് മൊത്തം ഇവർ കളക്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യും. അതാണ് ഇവരുടെ ജീവിതമാർഗം. അതായത് ഇവർക്ക് കൈക്കുള്ള ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ മട്ടഹാച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഖതാന മേടിക്കാൻ പോകും. അപ്പോൾ മട്ടഹാച്ചിയാണ് ഭയങ്കര ഇതിൽ നിൽക്കുക. എന്നിട്ട് എന്നാ ഇവള് ഒരു കാര്യം പറയും, വി സ്ട്രിപ്പ് ദം ഓഫ് ദി കോപ്സ് ആൻഡ് ദാറ്റ്സ് ഹൗ വി മേക്ക് എ ലിവിങ്, വാട്ട്സ് റോങ് വിത്ത് ദാറ്റ്. അപ്പോൾ ഇവനോട് പറയും ഞങ്ങളിങ്ങനെ ജീവിക്കണം. അപ്പോൾ ഇതിനെ ടെറ്റിന് ചോദിക്കും. അതുകൊണ്ട് ഇവളൊരു വല്ലാത്ത ചിരി. എന്നിട്ട് തന്നെ അപ്പോൾ അടുത്ത പാനലിൽ ഇവള് ടക്കറ്റ്സിനോട് ചോദിക്കുക ഇനി അത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ടക്കറ്റ്സ് ഹു വാസ് ദാറ്റ് അങ്ങനെ വരാം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പുറകിൽ ഒരുത്തൻ ഭയങ്കര ഒരു വലിയ കത്താനൊക്കെ വെച്ചിട്ട് വലിയ വിഷയം ഗ്യാങ്സ്റ്റർ ലുക്ക്, അത്യാവശ്യം വിഷയം ലുക്കാണ് പുള്ളി. എന്നിട്ട് എന്നാ പറയുക, ഈ പെണ്ണാണെങ്കിൽ ഒരു കല്ലൊക്കെ എടുത്ത് എറിയാൻ നോക്കും. അപ്പോൾ അഖിമി അവളുടെ പേര് വിളി. എന്നിട്ട് എന്നാ നമ്മുടെ ടക്കറ്റ്സ് ആണെങ്കിൽ സ്റ്റോപ്പ് നിർത്താൻ പറയും. കണ്ട് കഴിഞ്ഞ കല്ലൊക്കെ കുടഞ്ഞിടും. എന്നിട്ട് എന്നാ ഡാറ്റ്സ് സുജിക്കാട്സ് ടെൻമ എന്ന് പറയും. എന്നിട്ട് തന്നെ ഇവളാണെങ്കിൽ വിറയ്ക്കും, ശരീരമൊക്കെ വിറയ്ക്കും. ദ മാൻ ഹു കിൽഡ് മൈ ഫാദർ, അതായത് ഇവളുടെ അച്ഛനെ കൊന്ന ആളാണ് ഈ പുള്ളി, അതായത് ഈ ആള്. ചാപ്റ്റർ 2 ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.